യൂട്യൂബർ തൊപ്പി ഒരുപാട് ഫോളോവേഴ്സുള്ള, ഇതിന് മുൻപ് തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. ഈ തൊപ്പിക്കെതിരെ നേരത്തെയും നിരവധിയായ പരാതികൾ മായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. സ്ത്രീകളടക്കം ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. DGP റവാഡ ചന്ദ്രശേഖറാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പോക്സോ കേസുകളുണ്ട് ഇയാൾക്കെതിരെ. നാർക്കോട്ടിക് MDMA ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. ഇപ്പം മാനസിക ശാരീരിക പീഡനങ്ങളുണ്ട്, സൈബർ കുറ്റങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ യൂട്യൂബർ തൊപ്പിക്കെതിരെയുണ്ട്. എന്നിട്ട് ഇയാളിപ്പോൾ വീഡിയോകളുമൊക്കെ ആയിട്ട് നമുക്കറിയാം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ്, ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഒരു അഭിഭാഷകൻ നൽകിയ പരാതി പോലീസിന് കിട്ടുകയും ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നവമി ദിനേശ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവെക്കും. നവമി, നേരത്തെ ഒരുപാട് തവണ ഇയാൾക്കെതിരെ നിരവധിയായ പരാതികൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം കൂടെ ചേർത്തുള്ളൊരു അന്വേഷണമാണ് എന്ന് കരുതുന്നു. കുറേ കാര്യങ്ങൾ ഈ അന്വേഷണ ലിസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം, ഇതിനു മുൻപും ഒരു കേസിൽപ്പെട്ട വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഇയാൾ യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അതിലൂടെ ലക്ഷങ്ങളാണ് വരുമാനം സമ്പാദിക്കുന്നത്. ഈ കാണുന്നതെല്ലാം വിദ്യാർത്ഥികളാണ്. ഇയാൾ എന്ത് സന്ദേശമാണ് ആ സ്ട്രീമിംഗിലൂടെ നൽകുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സന്ദേശങ്ങളൊന്നുമില്ല. ഒരുപാട് പറയുന്ന പോലെ വളരെ മോശം സന്ദേശങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളെ പലതരത്തിലും വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഷകളും കാര്യങ്ങളുമൊക്കെയാണ് ഇയാൾ അതിലൂടെ സ്ട്രീമിംഗ് ചെയ്യുന്നത്. പക്ഷേ ലക്ഷങ്ങളാണ് ഓരോ മാസവും സമ്പാദിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊപ്പിക്കൊപ്പം മറ്റ് ചില സുഹൃത്തുക്കളുമുണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് ഇത്തരത്തിലുള്ള സ്ട്രീമിങ്ങും അവരുടെ സംഭാഷണങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഷമീർ, മുഹമ്മദ് എന്ന മമ്മു, ജാസി. അതിൽ മമ്മുവിനെ നേരത്തെയും ഒരു കേസ് വന്നതായിരുന്നു. ഒരു അശ്ലീല പരാമർശം നടത്തിയത്, ഒരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂവിനിടയിൽ ചില അശ്ലീല പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് മമ്മുവിനെതിരെ അന്നും വലിയ സൈബർ അധിക്ഷേപം നേരിട്ടതായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഒന്നിച്ചു കൊണ്ടുപോയിരുന്ന സ്ട്രീമിംഗ് പിന്നീട് ഇവർക്കിടയിൽ തന്നെ തർക്കമാവുകയും അതിൽ ഈ സുഹൃത്തുക്കൾ ചേർന്ന് തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. അതിൽ തൊപ്പിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് ഉപയോഗിക്കുന്നു, കഞ്ചാവ് കടത്തുന്നു, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ചതിന് ശേഷം അത് കേസ് ഒതുക്കി തീർക്കാൻ പൈസ കൊടുക്കുന്നു. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു തൊപ്പിക്കെതിരെ ഇവർ ഉന്നയിച്ചത്. പിന്നീട് തൊപ്പി അതിന് മറുപടിയായി വന്നു. ആ കഞ്ചാവ് പിടിച്ചെടുത്ത ദൃശ്യങ്ങളെല്ലാം AI ആണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കള്ളപ്രചാരണമാണ് തൊപ്പിക്കെതിരെ നടക്കുന്നതെന്നൊക്കെയാണ് തൊപ്പിയുടെ വാദം. പക്ഷെ അതൊക്കെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നതാണല്ലോ, എന്ത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരാമർശം വന്നാലും, എന്ത് ഓഡിയോ സന്ദേശം വന്നാലും അതെല്ലാം AI ആണെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. എന്തായാലും തൊപ്പിയും പറയുന്നത് ആ കഞ്ചാവ് പിടികൂടിയത് AI ദൃശ്യങ്ങളാണ്, തന്റെ വീട്ടിലുള്ളതല്ല എന്നൊക്കെയാണ്. എന്തായാലും ഒരു അഭിഭാഷകരാണ്, ശ്രീജിത്ത് പെരുമനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. DGPക്ക് പരാതി നൽകി. ആ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് വിശദമായി പരിശോധിച്ച ശേഷം അതിൽ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതൊരിക്കും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് വിശദമായി പഠിച്ച ശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതിപ്പോൾ സൈബർ കുറ്റകൃത്യത്തിന്റെ കീഴിലാണ് ഇതിൽ വരുന്നത്. ഇതിൽ പ്രധാനമായും ശ്രീജിത്ത് പെരുമന ഉന്നയിക്കുന്നത് പരസ്യമായി അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും ക്രിമിനൽ കുറ്റങ്ങളും വിളിച്ചു പറയുന്നതായും വരും തലമുറയുടെ ഭാവി തകർക്കുന്ന ഈ ക്രിമിനലുകൾക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി വേണം എന്നാണ് ഇതിൽ പ്രധാനമായും പരാതിയിൽ ഉന്നയിക്കുന്നത്. പോക്സോ കേസുകൾ, നർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതിലാണ് ഒരു അന്വേഷണം നടക്കുന്നത്. ഒപ്പം ലൈവ് സ്ട്രീമിംഗിൽ തന്നെ തൊപ്പി വളരെ മോശമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ബ്ലർ ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ആരോപണങ്ങളിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിന്റെ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ സമൂഹ മധ്യത്തിൽ തെളിവുകളുണ്ട്.
പോലീസിന് മുന്നിലും ഒരുപക്ഷെ അവർ അന്വേഷിച്ചാൽ കിട്ടാവുന്ന തെളിവുകളേ ഉള്ളൂ. എന്നിട്ടും ഒരുപിടി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും, നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും, നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ ഇപ്പോഴും സമൂഹത്തിൽ എങ്ങനെ വിലസ് നടക്കുന്നുണ്ട്. തൊപ്പി എന്ന പേരിൽ പല ഉദ്ഘാടനങ്ങൾക്ക് ഇയാൾ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നിരവധി കുട്ടികളെ നേരത്തെ നവമി പറഞ്ഞ പോലെ അവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ അവർക്ക് മുന്നിൽ അവരുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. ഇയാളൊക്കെയാണ് പലർക്കും ഇൻസ്പിറേഷൻ. തൊപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇയാളെ കാണാനായിട്ട് ഉദ്ഘാടനങ്ങൾക്ക് ചെല്ലുമ്പോൾ കൂടുന്ന ചെറുപ്പക്കാരെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. ഒരു സിനിമാ താരമൊക്കെ വരുന്ന ഗമയിലാണ് അയാൾ പല കാര്യങ്ങളിലും വരുന്നത്. എന്നിട്ടും ഇത്രയധികം കേസുകളിൽ ഇയാൾ പെട്ടിട്ടുണ്ട് താനും. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഈ കേസുകൾ വളരെ സ്ട്രോങ് ആയി പോലീസ് എടുക്കാത്തതെന്ന് ചോദ്യമുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഈ ഇയാൾക്ക് എതിരെ മുൻപേ ഉള്ള കേസുകളുടെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, ആ പരാതികളിലും അല്ലെങ്കിൽ ഇതിന് മുൻപെടുത്ത കേസുകളിലൊന്നും പ്രത്യേകിച്ച് ഒരു നടപടിയൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് തൊപ്പി വീണ്ടും പഴയ പ്രവർത്തികൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈവ് സ്ട്രീമിംഗിൽ വന്നുകൊണ്ട് വളരെ മോശമാകുന്ന രീതിയിൽ, അതായത് നമുക്കിത് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുമാധ്യമത്തിന് മുന്നിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് തൊപ്പി പല കാര്യങ്ങളും പല പരാമർശങ്ങളും ഒക്കെ നടത്തുന്നത്. എന്തായാലും നിലവിൽ പോലീസ് ഒരു നടപടികളൊന്നും തന്നെ തൊപ്പിക്കെതിരെ സ്വീകരിച്ചിട്ടില്ല. ഇതിലെങ്കിലും തൊപ്പിക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ പരാതിക്കാരൻ കൂടി ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാന്റെ കീഴിൽ തന്നെയാണ് ഈ അന്വേഷണം വരുന്നത്. കാരണം അതിൽ ഈ പറയുന്ന ലഹരി ഉപയോഗമൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്നാലും ശക്തമായ നടപടി ഇനിയെങ്കിലും തൊപ്പിക്കെതിരെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊപ്പിയുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട് തൊപ്പി വളരെ മോശമാകുന്ന രീതിയിലാണ് ഇവരോട് പെരുമാറുന്നത്. ഇവരെ മുഖത്ത് വരെ ചവിട്ടുന്നു, അടിവസ്ത്രം കഴുകാൻ പ്രേരിപ്പിക്കുന്നു. വളരെ ക്രൂരതയാണ് തൊപ്പിയിൽ നിന്നും നേരിടുന്നത്. ഈ ലൈവ് സ്ട്രീമിംഗ് കഴിഞ്ഞതിന് ശേഷം തൊപ്പിയുടെ മറ്റൊരു മുഖമാണ് തങ്ങൾ കാണുന്നത്. നിവൃത്തികേട് കൊണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. പൈസയൊന്നും തരുന്നില്ല, ഈ ചെയ്യുന്ന ജോലിക്ക് പൈസയൊന്നും തരുന്നില്ല എന്ന് കൂടിയാണ് തൊപ്പിയുടെ സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷെ തൊപ്പി അതിനെതിരായിട്ടൊരു വീഡിയോ ഇട്ടതിൽ പറയുന്നത് കൃത്യമായി പൈസ നൽകിക്കൊണ്ടാണ്, ഈ പൈസയ്ക്കൊന്നും തെളിവില്ല എന്ന് തന്നെ തൊപ്പി പറയുന്നുണ്ട്. താനൊരു സുഹൃത്ത് എന്ന നിലയിൽ കൊടുക്കുന്ന പൈസയ്ക്കൊന്നും കണക്ക് വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നാണ് തൊപ്പിയുടെ വിശദീകരണം. എന്തായാലും പോലീസ് തന്നെ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കട്ടെ. തൊപ്പിയെ പോലുള്ളവർ എന്ത് സന്ദേശമാണ് ഈ ഇൻഫ്ലുവൻസർ എന്ന നിലയിലെ ഏത് വിധത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ തൊപ്പി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അത് എവിടെയാണ് ഈ പരാതി, സ്ട്രീമിംഗ് അടക്കം എവിടെയാണ്? തൊപ്പിയുടെ വീട് മലപ്പുറത്താണ്. കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ ആയിട്ടാണ് തൊപ്പി താമസിക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസുകൾ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം നടന്നത് എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. രഞ്ജിത്ത്, നോമി തുടരുക. ഏതായാലും തൊപ്പി എന്ന ഒരു സാമൂഹ്യ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നന്നായി വിലസുന്നുണ്ട്. ഈ ഫ്ലോറിൽ തന്നെ പലതവണ ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിരവധിയായ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ വളരെ കൃത്യമായ പഴുതുകൾ ഉപയോഗിച്ച് ഇപ്പോഴും യുവാക്കളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇയാൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ വീഡിയോസൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അത് കണ്ട് പ്രേരിപ്പിക്കപ്പെട്ട് ഇത്തരത്തിലുള്ള പല കുറ്റകൃത്യങ്ങൾക്കും ഇയാൾക്കൊക്കെ ഒരു വീരപരിവേഷമാണല്ലോ സമൂഹത്തിന് മുന്നിൽ. അപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടാലും കുഴപ്പമില്ല, നിങ്ങളെ നിയമം സംരക്ഷിച്ചോളും എന്നുള്ള ഒരു സന്ദേശം കൂടി ഇയാളുടെ ജീവിതം നൽകുന്നുണ്ട് എന്നതുകൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും തൊപ്പിയെ ഇനിയെങ്കിലും കൊടുക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.